എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഒരു കുക്കിംഗ് ബ്ലോഗല്ല, എല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോസാണ് ഞാൻ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു ചെറിയൊരു മിനി കുക്കിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് വേണ്ട അടുപ്പൊക്കെ കുട്ടേട്ടൻ കത്തിച്ച് തന്നു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മൂന്ന് മുട്ട ഉണ്ടായിരുന്നു. 3 മുട്ട എടുത്ത് വെള്ളം എടുത്ത് അടുപ്പത്ത് കയറ്റി അതൊന്ന് തിളച്ചിപ്പോൾ വന്ന് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അതിന് പിന്നെ നമ്മളൊന്ന് ഉള്ളി വഴറ്റാനായിട്ടുള്ള ചട്ടിയൊക്കെ എടുത്തു അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുക്കിംഗ് ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യാനുസരണമുള്ള കടുകിട്ട് പൊട്ടിക്കാം. കടുക് എടുത്തിട്ടുണ്ട്. കടുക് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഒന്ന് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി സെറ്റായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണമെന്ന്. ഞാനും ഇടാറുണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട്. കറിക്ക് വേണ്ടുന്നതും കൂടി ഇടും. എന്നിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയുള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. നമ്മൾ അതിന് വേണ്ടുന്ന പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടി, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞളുണ്ട്, ഗരം മസാല പുറത്തുനിന്ന് മേടിച്ച് നല്ലതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണിത്. അതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. നമ്മൾ മുട്ട കറിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി എടുക്കാം. പിന്നെ നമ്മളിവിടെ ചാറ് വേണം, കറിക്ക് ചാറ് കുറച്ച് വേണം. ഞങ്ങൾക്ക് 2 പേർക്കും ചാറ് വേണം. അങ്ങനെ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.